സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നുണ്ട്. വടക്കൻ കേരളത്തിലൊക്കെ ഇതിനകം തന്നെ വലിയ മഴക്കെടുതി റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ വീടുകളിലൊക്കെ വെള്ളം കയറി ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പല ജില്ലകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം സംസ്ഥാനത്തെ ഇന്നത്തെ ഒരു സ്ഥിതി എന്താണെന്ന്. ഏതൊക്കെ ജില്ലകളിലാണ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന്. മധ്യ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ പൊതുവിൽ മഴ മാറി നിൽക്കുകയാണ്. തെക്കൻ കേരളത്തിലെ 5 ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 4 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. ഈ 4 ജില്ലകളിലും തീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ടാകും. 5 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. ഈ ജില്ലകളിലെല്ലാം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടാകും. ഈ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയിരിക്കുന്നത്. ഇതിൽ കാസർഗോഡും കോഴിക്കോടും കോളേജുകൾക്ക് ഒഴികെയാണ് അവധി നൽകിയിരിക്കുന്നത്. കോളേജുകൾക്ക് അവധി ബാധകമല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബാക്കി ജില്ലകളിൽ അവധി നൽകിയിട്ടുണ്ട്. മലപ്പുറത്തെ കൊണ്ടോട്ടി, അരീക്കോട് ഉപജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലും ചിന്നക്കനാൽ പഞ്ചായത്തിലും കൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. കുട്ടികൾ ആലോചിക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നത് സുരക്ഷിതരായി വീട്ടിലിരിക്കാനാണ്, മറ്റ് അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കാനാണ്. അവധി ആഘോഷമാക്കാതെ വീടുകളിൽ തന്നെ സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കുക.